ട്രസ്റ്റിയുടെ നാഗേഷ് തെരുവത്ത് അവർ സാറാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ചാർജ് വഹിക്കുന്ന സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മധുസൂദൻ സാറെ ഈ യോഗത്തിലേക്ക് ഹാർദമായി ഇന്നത്തെ സെമിനാറുകൾ ഏതൊരു ഇവന്റിൻ്റെയും ഏറ്റവും ഓരോ ദിവസവും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും മികച്ച പ്രൊഫഷണലായിട്ട് കേരളത്തിലെ എല്ലാ ലെൻസുകളിനെയും അപ്സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ CS വിനോദ് കുമാർ സാറിനെ അതുപോലെ ഇന്നിവിടെ നമ്മുടെ ഈ സെമിനാറിൻ്റെ സബ്ജക്റ്റ് വിഷയം ഇവിടെ അവതരിപ്പിക്കുന്ന മുൻ സെക്രട്ടറിയായ DTPCയിൽ നിന്നും വിരമിച്ച പ്രിയപ്പെട്ട ശ്രീ നാഗേഷ് തെരുവത്ത് അവർ, അതുപോലെ ഇവിടെ വെൽക്കം പറഞ്ഞ നമ്മുടെ ജില്ലാ സെക്രട്ടറി ശ്രീ MV അനിൽകുമാർ, ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ വരുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഇവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാളുകളൊക്കെ ഓർഗനൈസ് ചെയ്ത മുഴുവൻ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായ പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലയിലെ ടൂറിസം വികസന സാധ്യതകൾ എന്നാണ് നമ്മുടെ വിഷയം. ഇന്നലെ നമ്മളിവിടെ അവതരിപ്പിച്ചു കാസർഗോഡ് ജില്ലയുടെ വികസന സ്വപ്നങ്ങളും സാധ്യതകളും. അതിൻ്റെ ഭാഗമായി തന്നെ ഈ വിഷയം കൂടി സബ്ജക്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. പക്ഷേ നമുക്കിവിടെ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. നമുക്കറിയാം, വേൾഡ് ടൂറിസം മാപ്പിൽ തന്നെ രേഖപ്പെടുത്തിയ മൂന്നാമത്തെ ഒരു ഡെസ്റ്റിനേഷനായ ബേക്കൽ ഫോർട്ട്, ബേക്കൽ ബീച്ച്, ഇത് നമ്മുടെ ഓരോ മലയാളിയുടെയും വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കൂടിയിരിക്കുന്ന ആളുകളിൽ മിക്കവാറും പേര് ഈ പറഞ്ഞ മനോഹരമായ ഈ ഡെസ്റ്റിനേഷന് 4-5 കിലോമീറ്റർ ചുറ്റളവിലാണ്. എന്തുകൊണ്ടോ നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ ഭരണാധികാരികൾക്ക്, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എത്രത്തോളം ഈ കാര്യം മാനസികമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്, ഈ പൊതുസമൂഹത്തിന് ഇതിന് എങ്ങനെ മെച്ചപ്പെടാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. ഇന്നലെ ഇവിടെ സെമിനാർ അവതരിപ്പിച്ച ശ്രീ EP രാജമോഹൻ സാർ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മൂവ്മെന്റ്, എന്തെങ്കിലും ഒരു ചുവട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ഈ സെമിനാറിനെ കൊണ്ടുപോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അത് നമുക്ക് ഈ ചർച്ചയുടെ അവസാനം ആ രീതിയിൽ ഉരുത്തിരിയാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമായി കണക്ട് ചെയ്ത ഒരു സെമിനാറെങ്കിലും അതിന് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പ്രത്യേകിച്ചുകൊണ്ട് വാക്കുവച്ചിരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ലെൻസ്. ഇനി ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ടൂറിസം ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ നിലവിലുള്ള കണക്കുകളും അതുപോലെ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജേണലുകളും ഒക്കെ പറയുന്നത്. അതുപോലെ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ മാറ്റം, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ആവശ്യമാണ്. അതിനുവേണ്ടി നല്ല റോഡുകൾ ആവശ്യമാണ്, ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം ആവശ്യമാണ്, ഹോട്ടലുകൾ അത്യാവശ്യമാണ്. ഹോട്ടലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ റൂമുകൾ അവൈലബിലിറ്റി ഉണ്ടാകുന്നതാണ്. അവിടെ സ്റ്റാർ ഫെസിലിറ്റീസ് മാത്രം പോരാ, ബഡ്ജറ്റ് ടൂറിസത്തിനെയും കൂടെ പ്രാധാന്യം നൽകുന്ന രീതിയിൽ ആയിരിക്കണം അത്തരത്തിലുള്ള ഹോട്ടലുകൾ വിഭാവനം ചെയ്യുമ്പോൾ. ചെറിയ രീതിയിൽ ടൂർ നടത്തുന്നവർക്കും ബഡ്ജറ്റ് ലിമിറ്റ് ചെയ്തു ഹൈ മിഷന്റെ കീഴിലാണ്. വളരെ നല്ലതിൻ്റെ ചെയർമാനായിട്ടുള്ള രൂപേഷ് സാർ അടക്കമുള്ളവരുമായി ഞങ്ങൾ ബിൽഡിംഗ് റൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ, കാരണം അതിൽ വലിയ രീതിയിൽ റൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ആ വീടിനോടൊപ്പം തന്നെ റാമ്പ്, ഡിസബിലിറ്റിയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കാരണം ഒരു ചെറിയ വീടായിരിക്കും. അപ്പം ബേക്കലുമായി ബന്ധപ്പെട്ട് ഈ മാർക്കറ്റിൽ ഇത് പിന്നെ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ആ വേരിയേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എത്ര പേര് നമ്മുടെ താജിൽ പോയി ഫുഡ് കഴിക്കാൻ സാധിക്കും, എത്രമാത്രം അത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണക്കാരന് കൂടെ ഉപയോഗപ്പെടുന്ന രീതിയിൽ ഉള്ള ടൂറിസത്തെയാണ് കേരളം ഉറ്റുനോക്കപ്പെടുന്നത്. അതുതന്നെയാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു സെൽഫി എടുക്കുന്നതിന് 200 രൂപ എന്ന മെത്തേഡിലേക്ക് വെച്ചുകൊണ്ട് അധികം ആ മേഖലയെ മാറ്റിയെടുത്തു എന്നറിയാം. ഭ്രാന്തൻ ചിന്താഗതി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുകൊണ്ടാണ് ഇവിടെയുള്ള മറ്റുള്ള ബുദ്ധിയുണ്ട്, ഞങ്ങൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന് വിചാരിക്കുന്ന
ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഭ്രാന്തൻ ചിന്താഗതി എന്ന്. വളരെ സിമ്പിളായി അദ്ദേഹം ആ തെങ്ങ് കർഷകർക്ക് വലിയ രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് വിദേശികളെ ആ രീതിയിലേക്ക് ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ഉത്തരവാദിത്ത ടൂറിസം മിനിസ്റ്ററിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അദ്ദേഹം പറയേണ്ടത്. അതിന് വേൾഡിൽ ഏറ്റവും നല്ല അവാർഡും അടക്കം മേടിച്ചു കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തമായ സാധാരണക്കാർക്ക് കൂടെ ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് ടൂറിസം മാറ്റണമെങ്കിൽ കൃത്യമായ ഇടപെടലുകൾ സംസ്ഥാന സെൻട്രൽ മിനിസ്റ്ററുകളും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളും വലിയ പ്രാധാന്യമുണ്ട്. അവരുടെ കുറച്ചുള്ള പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ റൂൾസുകളിൽ, അല്ലെങ്കിൽ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ, പഞ്ചായത്ത് ബിൽഡിംഗ് റൂളിൽ റൂൾസുകളിൽ മാറ്റം വരുത്തണം. CRZ-ൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തപ്പെടുന്നുണ്ട്. നമ്മുടെ സീഷോറുകൾ കൃത്യമായി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയണം. അതിൽ പൂർണ്ണമായും കയ്യൊപ്പ് ലാൻഡ്സ്കേർട്ട് എന്ന പ്രസ്ഥാനത്തിൻ്റെതാണ്. അത് അതേപടി എടുത്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് കൊടുത്തതെന്ന് ഈ അവസരത്തിൽ അഭിമാനത്തോട് പറയാണ്. പാതിരാത്രികൾ 2 മണി 3 മണി വരുന്ന നമ്മുടെ ടെക്നിക്കൽ ടീം അത് കൃത്യമായി വിവരിച്ചുകൊണ്ടാണ്. നമുക്കൊക്കെ അതിനെ കയ്യൊപ്പുണ്ടെന്ന് പറയാൻ സാധിക്കും. വേറൊരു സംഘടനയ്ക്കും ഒരു സാമൂഹികപരമായി ഇവിടെ ഒരു സംഘടനയും അതിൽ ഏറ്റെടുത്തിട്ടില്ല എന്ന് പറയാൻ ചങ്കൂറ്റത്തോടെ ഇതിലേക്ക് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഒന്നും വേണ്ട, ശ്രീലങ്കയിലേക്ക് പോവുക. അവിടെ നമ്മൾ റൂം നോക്കിക്കഴിഞ്ഞാൽ ആ തിരമാല അടിക്കുന്ന റൂമിലേക്ക് എന്ന രീതിയിലേക്കാണുള്ളത്. അപ്പോൾ ആ അത്തരത്തിലുള്ള രീതിയിലേക്ക് മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാനും, സുനാമി വരും അല്ലെങ്കിൽ കടൽക്ഷോഭങ്ങൾ വരും, അതിനെ സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ നിർമ്മാണ രീതികൾ മാറിയപ്പം ആ നിർമ്മാണ രീതികളെ പഴയ PWD കോഡ് വെച്ചുകൊണ്ടെന്നല്ല നോക്കേണ്ടത്, അക്കാദമിക്കൽ മിഷനിലോട് വെച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നാണ് ലാൻഡ്സ്കേർട്ടിന് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ, റൂളിൽ വ്യത്യസ്തമായ മാറ്റങ്ങൾ വരുത്തുക, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിനകത്ത് ചേർക്കാതിരിക്കുക. കാരണം റാമ്പ് പോലുള്ള കാര്യങ്ങൾ നിർബന്ധമായ ഒരു വീടിന് ആവശ്യമാണ്, ഹോം സ്റ്റേക്ക് ആവശ്യമാണെന്നുള്ള നിലപാടുകൾ മാറ്റുക. അത് മൾട്ടിപ്പിളായിട്ട് മാറി വരുമ്പോൾ മാത്രം അത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇത്ര ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഗൈഡ് ലൈനേഴ്സ് ആയിട്ട് ഈ റൂളിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ റൂളായി വരുമ്പം ഇതെങ്ങനെ വന്നു എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ, ഇതൊക്കെ മുന്നിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനപരമായുള്ള മറ്റ് ഇതര സംഘടനകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്നാണ്. ഒന്ന്, അതിനെ സംഘടനാപരമായി നമുക്കതിനെ നേരിടാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ആ സംഘടനയ്ക്ക് അതീതമായി സാങ്കേതികപരമായി ടെക്നിക്കൽ ആയിട്ട് ആ കാര്യങ്ങളെ വരച്ച് കാണിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെയും ഗവൺമെന്റിനെയും അധികാരികളെയും ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞതാണ്, അതിൽ യാതൊരുവിധ തെറ്റുമില്ല. ബട്ട് അത് കുറച്ച് അർദ്ധ സത്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്നുള്ളതും കൂടി മനസ്സിലാക്കുക, അത്രയാണ്. അതേപോലെ തന്നെയാണ് സ്റ്റേറ്റ് പ്രസിഡന്റ്. അദ്ദേഹം അതിനകത്ത് ഉൾക്കൊള്ളിച്ച ഒരു കാര്യം, ലാൻഡ്സ്കേർട്ട് ഇത്രയും കാര്യങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഇൻഫർമേഷനാണ്. സോ ഐ കൺഗ്രാജുലേറ്റ് ലാൻഡ്സ്കേർട്ട് ഫോർ ഹാവിംഗ് ബീൻ ഗിവൺ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ടു ഗവൺമെന്റ്. വകുപ്പ് ഓരോ ഹോട്ടലിനെയും ഹോം സ്റ്റേ ഫെസിലിറ്റിയെയും സർട്ടിഫിക്കേഷൻ ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ ലാൻഡ്സ്കേർട്ടിനെ കൂടി ഉൾപ്പെടുത്താനുള്ള പ്രായോഗികമായ പ്രഷർ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണമെന്ന് ഒരു സജഷനായി ഞാൻ ഈ വേളയിൽ പറയുകയാണ്. കാരണം ഇത്രയൊക്കെ നിങ്ങളെപ്പോലെയുള്ള ഉശ്രൻ ആൾക്കാർ, ടെക്നോക്രാറ്റ്സ് ഉണ്ടാവുമ്പോൾ സാധാരണ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള കുറച്ചുപേര് മാത്രം ഒരു ക്ലാസിഫിക്കേഷൻ കമ്മിറ്റിയിൽ പോകുമ്പോൾ ടെക്നിക്കൽ സൈഡ് കുറെ കൂടി സ്ട്രോങ് ആക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എൻ്റെ സജഷൻ ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് വെറും വാക്കായി കരുതരുത്, നിങ്ങളുടെ കൂടി ഒരു ക്രെഡിറ്റിലേക്ക് വരുന്ന കാര്യമാണ്. സർക്കാരിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് വളരെ കൃത്യമായ ഹോംവർക്ക് ചെയ്തിട്ട് വേണം നിങ്ങളത് അവതരിപ്പിക്കാൻ. ഓക്കെ, ഹെലികോപ്റ്റർ ടൂറിസം നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു അത് BRDC-യും DTPC-യും സംയുക്തമായി ചെയ്തൊരു പ്രോഗ്രാമാണ്. അതിനുശേഷം അങ്ങനെ ഒരു പരിപാടി അവിടെ നടന്നിട്ടുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആസ് എ മോഡറേറ്റർ എനിക്ക് പറയാനുള്ളത്, BRDC രൂപീകരിച്ച ശേഷമാണല്ലോ കാസർഗോഡ് ജില്ലയിൽ യഥാർത്ഥത്തിൽ ടൂറിസത്തിന് ഒരു അനക്കം വെച്ചത്. അത് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ K. കരുണാകരൻ തുടങ്ങി വെച്ച ആ സംരംഭം ഇന്നിപ്പോ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ
ഉള്ള സമയത്ത് ഏറ്റവും അവസാനമായിട്ട് 2 ആഴ്ച മുമ്പാണ് ഏറ്റവും വലിയൊരു റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇത്രയും കൂടുതൽ റിസോർട്ടുകളുള്ള ഒരൊറ്റ പഞ്ചായത്ത് കേരളത്തിൽ മറ്റൊന്നുമില്ല, പള്ളിക്കര അല്ലാതെ, അല്ലേ? ഉദുമ അല്ലാതെ മറ്റൊരു പഞ്ചായത്തും ഇന്ന് കേരളത്തിൽ ഇത്രയധികം ഹോട്ടലില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ബേക്കൽ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതിയോ എന്നുള്ളത് ഒരു ഡിബേറ്റിങ്ങിലേക്കുള്ള ചോദ്യമാണ്. ആയിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് വലിയ പറമ്പ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് BRDC-യുടെ മറ്റു പ്രവർത്തനങ്ങൾ കടന്നു വരുന്നത്. ഇവിടെ ഇപ്പോ നമ്മുടെ ജില്ലയെ 3ആയി തരംതിരിച്ചാൽ തന്നെ, ഒന്ന് നമ്മുടെ മലയോര മേഖല, മലയോര മേഖലയുടെ ഒരു ബെൽറ്റാണ് കംപ്ലീറ്റ്. നമ്മുടെ പെർള മുതൽ നമ്മുടെ ഏകദേശം ഏതാണ് ആ സ്ഥലം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പാലാവയൽ, അതിന്റെ തൊട്ടടുത്ത് വരെയുള്ള ആ മലയോര മേഖല. അതിന്റെ നടുവിലായിട്ടാണ് നമ്മുടെ ഇടനാട് എന്ന് പറയുന്ന മറ്റൊരു ഭാഗം. അതായത് മൂന്നാമതിരിക്കുന്നതാണ് നമ്മുടെ ബീച്ചസ്. ഈ മൂന്നും ഒരുപോലെ അനുഗ്രഹാശിസ്സോടെ വളരെ സുന്ദരമായിരിക്കുന്ന മറ്റൊരു ഭൂമി കേരളത്തിൽ വേറെ എവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. ആദ്യ അതിർത്തിയായ തലപ്പാടി മുതൽ ഇങ്ങേ തലക്ക് സൗത്ത് തൃക്കരിപ്പൂർ വരെയുള്ള ബീച്ച് ബെൽറ്റ്, അതിനിപ്പുറത്തുള്ള നടുവിൽ നിന്ന് നമ്മുടെ ഈ ബീച്ചുമല്ല മലയോര മേഖല അല്ലാത്ത ഭാഗം, ഈ നടുവിലുള്ള ഭാഗത്താണ് ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടൊന്നുമില്ല. മലയോര ഭാഗത്താണ് എന്തുള്ളത്? റാണിപുരം ഉള്ളത്. ഇപ്പൊ റാണിപുരം മലയോര ഭാഗത്തും ബീച്ച് സൈഡിൽ ബേക്കലും മാത്രം നിൽക്കുമ്പോൾ നടുവിലുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് ഒരു ടൂറിസം പ്രോജക്റ്റ് ഇന്നേ വരെ വന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മുതൽ പാലാവയൽ വരുന്ന ഭാഗം വരെ മലയോര മേഖലയാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞ റാണിപുരമുണ്ട്. ഈ നടുവിലുള്ള കുഞ്ചത്തൂർ മുതൽ ഏകദേശം ഉദിനൂർ വരെയുള്ള ഭാഗമാണ് ഇടനാട്. ഇവിടെ എവിടെയാ പ്രോജക്റ്റ് ഉള്ളത്? എന്തുകൊണ്ട് പ്രോജക്റ്റ് വന്നില്ല? ആരുടേതാണ് കുറ്റം എന്നൊക്കെ അന്വേഷിച്ചു പോകുന്നതിനേക്കാളും നല്ലത് ലെൻസ് ഫെഡിന്റെ കാർമ്മികത്വത്തിൽ ഒരു പ്രോജക്റ്റ് നിങ്ങൾ ഒന്ന് പ്രപ്പോസ് ചെയ്യുന്നതിന് എന്താ കുഴപ്പമുള്ളത്? നിങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ട് വേണം നിങ്ങൾ മാതൃകയായി കാണിക്കുന്നത്. അതായിരിക്കണം മാതൃക. അങ്ങനെയാണെങ്കിൽ ആ മാതൃകയ്ക്ക് പിന്നാലെ ഞങ്ങളെപ്പോലെയുള്ള ടൂറിസം രംഗത്ത് ആക്റ്റീവായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങളുടെ പിന്നാലെ തീർച്ചയായിട്ടും. നാഗേഷ് ചേട്ടാ, നമ്മൾ ഈ പരിപാടി കഴിഞ്ഞ് പോയിട്ട് ഇത് ഇവിടത്തേക്ക് തന്നെ തീരുമോ, അല്ല ഇതിന്റെ എന്തെങ്കിലും ഫോളോ അപ്പ് വർക്ക് ഇവർ ചെയ്യുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതെന്റെ കാര്യമല്ല, അത് അവർ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ എല്ലാവരെയും ഈ പാനൽ ഡിസ്കഷനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 151 റൂമുള്ള 5 സ്റ്റാർ ഫെസിലിറ്റിയാണ് ഗേറ്റ്വേ ബേക്കൽ. അതുപോലെ തന്നെ താജ് ബേക്കലിലെ ഏറ്റവും പ്രീമിയർ പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ ആയിട്ട് നമ്മൾക്ക് 270 5 സ്റ്റാർ റൂംസ് ബേക്കലിൽ അവൈലബിൾ ആണ്. ഈ 5 സ്റ്റാർ റൂംസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ബേക്കലിന് നേരത്തെ 2 ലാക്കുനാസ് ഉണ്ടായിരുന്നു. ഒന്ന് മൈസ് ടൂറിസവും രണ്ടാമത്തത് വെഡിങ് ഡെസ്റ്റിനേഷൻ. ഇത് രണ്ടിനും വേണ്ടി ഒരുപാട് കമ്പനീസും ഒരുപാട് നോർത്ത് ഇന്ത്യൻസും അതേപോലെ തന്നെ തദ്ദേശീയരും വന്ന് നമുക്ക് ബേക്കലിൽ ഒരു വെഡ്ഡിങ് നടത്തുമ്പോൾ ലളിതിൽ 40 റൂമേ ഉള്ളൂ, മതിയാവുന്നില്ല. അല്ലെങ്കിൽ താജിൽ 80 റൂം, ഈ 120 രൂപ മതിയാവുന്നില്ല. പക്ഷേ 270 റൂംസ് എന്ന് പറയുന്നത് നല്ലൊരു ഇൻവെൻട്രിയാണ് 5 സ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നമുക്ക് വെഡ്ഡിങ് ഡെസ്റ്റിനേഷനായിട്ട് കഴിഞ്ഞ വർഷം മാത്രം 51 വെഡ്ഡിങ് കാസർഗോഡ് ജില്ലയിൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടായി. ഏകദേശം 22 വെഡ്ഡിങ്സ് ബേക്കലിലും ബാക്കിയുള്ളവ കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിലും. ഇവിടെ ഇപ്പോൾ ഒഴിഞ്ഞ വളപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കാഞ്ഞങ്ങാടിന് അടുത്ത് തന്നെയാണ്. അവിടെ ഏകദേശം 15ഓളം വെഡ്ഡിങ് അവിടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് ഉണ്ടായി. അതേപോലെ തന്നെ കാസർഗോഡിൽ 15ഓളം വെഡ്ഡിങ്സ് നടന്നു. അങ്ങനെ വെഡ്ഡിങ് ഡെസ്റ്റിനേഷനായി കാസർഗോഡ് ജില്ല, ബേക്കൽ മാത്രമല്ല കാസർഗോഡ് ജില്ല മൊത്തമായിട്ട് വികസിച്ച് വരികയാണ്. അതേപോലെ തന്നെയാണ് മൈസ് ടൂറിസം. മൈസ് ടൂറിസത്തിൽ ഇപ്പോഴും
നമ്മളുടെ ഈ ബേക്കൽ പിന്നെ ഗേറ്റ് വേ ഓപ്പൺ ആയതോടുകൂടി മൈസ് ഡെസ്റ്റിനേഷനും കൂടിയുള്ള ഒരു ചാൻസ് വർദ്ധിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 1-2 കോൺഫറൻസുകൾ ഓൾറെഡി നമ്മുടെ ഈ 3 5 സ്റ്റാർ ഹോട്ടലിൽ കൂടി മൈസ് കോൺഫറൻസസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവും. അപ്പോഴാണ് നമ്മളെ തദ്ദേശീയരായവർക്ക് എന്ത് കിട്ടും എന്ന് പറയുന്നത്. തദ്ദേശീയരായവർക്ക് കിട്ടുന്നതിനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 3 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം താജ് ബേക്കലിൻ്റെ മാത്രം GST അടച്ചിരിക്കുന്നത്. അതിൽ 1.5 CR എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിനുള്ളത്, 1.5 CR പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനുള്ളതാണ്. അതേപോലെ തന്നെ പഞ്ചായത്ത് ടാക്സ്, ഉദുമ പഞ്ചായത്തിലാണ് 3 5 സ്റ്റാർ ഹോട്ടൽ ഉള്ളത്. അവർക്ക് മാത്രമായിട്ട് 1 കോടിയിലധികം രൂപ ടാക്സുകൾ, ബിൽഡിംഗ് ടാക്സ് ആയിട്ട്, പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണൽ ടാക്സുകളുമായി ഈ 3 റിസോർട്ടായിട്ടുള്ള ഐഡന്റിഫൈഡ് ചില ഷോപ്സ് ഉണ്ട്. അവിടെ നിന്നാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ സ്പൈസസ്, പിന്നെ കേരള ചിപ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്നത്. അതിൻ്റെ കാരണം ഈ സ്പെഷ്യലൈസ്ഡ് ഷോപ്സ് എന്ന് പറയുന്നത് ആദ്യം ഇവർ പോയി അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. എല്ലാ ഷോപ്സിൽ പോയി ഇത് ചെയ്യുന്നില്ല. അപ്പോൾ ക്വാളിറ്റി ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ആ ഷോപ്സാണ് ഇവരവിടെ വരുന്ന പിന്നെ ടൂറിസ്റ്റുകൾ വരുന്നവർ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സുവനീർസ് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു സുവനീർ കാസർഗോഡ് ജില്ലയ്ക്ക് ഇല്ല. നമ്മളിപ്പോഴും അതിനുള്ളൊരു അവസരം കൂടിയുണ്ട്. ഇപ്പോൾ 1-2 കലാകാരന്മാർ തെയ്യത്തിൻ്റെ മോഡല്, അതുപോലെ ചിരട്ട കൊണ്ടുള്ള കലാരൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വളരെ നല്ല ഡിമാൻഡുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് നമ്മൾ ആ ഇൻവെസ്റ്റർക്ക് സമ്മാനിച്ചത് തെയ്യത്തിൻ്റെ ഒരു ഫേസാണ്. വളരെയധികം നല്ല റിപ്പോർട്ടാണ് അതിനെക്കുറിച്ച് വന്നിരിക്കുന്നത്. അവർ ബാംഗ്ലൂരിൽ അവരുടെ ഇതിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഈ മൈസ് ഇതിൽ പിന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് കാസർഗോഡ് ജില്ലയിൽ സോറി ടു സേ ദാറ്റ് 2-3 കമ്പനീസ് മാത്രമേ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനുള്ളൂ. മിക്കവാറും ഈ പിന്നെ ഈ റിസോർട്ട്സൊക്കെ പിന്നെ പുറത്തുനിന്നുള്ള നമ്മുടെ നൈബറിങ് സ്റ്റേറ്റായ കർണാടകയിൽ നിന്ന് മാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ലോക്കലായിട്ട് നല്ല രീതിയിൽ സർവീസ് കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നോ നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇവിടെ തദ്ദേശീയരായവർക്ക് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ പറ്റും എന്നാണ് എനിക്ക് പിന്നെ പലപ്പോഴും മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശരിക്ക് ബേക്കലിന് ഈ വന്ന ടീം അദ്ദേഹത്തിന് നല്ലൊരു എമൗണ്ട്, അതായത് ഒരു മാസത്തിൽ അദ്ദേഹം പിന്നെ സമ്പാദിക്കുന്നത്ര ഇത് ഒരു ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ അദ്ദേഹത്തിന് കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് റിസോർട്ടിൽ നിന്ന് അദ്ദേഹത്തെ കൂടുതലാണ് അവർ തന്നതെന്ന്. അപ്പോൾ പറഞ്ഞു അതല്ല, ഇത് നമ്മുടെ റിസോർട്ട്സ് ആയിട്ടെന്നുള്ളതാണ്, അത് നിങ്ങൾക്ക് ടിപ്സ് ആയിട്ട് തന്നതാണ്. അപ്പോൾ നമ്മളെ പിന്നെ ഇപ്പോൾ ഒരു 3-4 പേരോ സ്റ്റോറി ടെല്ലിങ്ങിനായിട്ട് ഇങ്ങനെ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നുള്ളവർ വരുമ്പോൾ അവർ പോകാറുണ്ട്. അതേപോലെ തന്നെ വില്ലേജ് വാക്ക് അല്ലെങ്കിൽ നേച്ചർ വാക്ക്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഈ പിന്നെ ഇവിടെ വരുന്ന താമസിക്കാനാണ് ഒരു സെക്ലൂഡഡ് സ്ലീപ്പി വില്ലേജ് എന്നറിഞ്ഞുകൊണ്ടാണ് വന്നത്. അദ്ദേഹം 3 ദിവസത്തിന് പകരം 4ാമത്തെ ദിവസം കൂടി താമസിച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ വലിയപറമ്പ ബാക്ക് വാട്ടേഴ്സിൽ ഹൗസ് ബോട്ടിംഗ് നടത്തി. അതുപോലെ തന്നെ വില്ലേജ് വാക്കിന് വേണ്ടി അദ്ദേഹം ഒരു ദിവസം തിരഞ്ഞെടുത്തു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസാണ് നമ്മുടെ വില്ലേജസ്. അപ്പോൾ അദ്ദേഹം പോയത് പിന്നെ നമ്മുടെ കുണ്ടംകുഴിയുടെ അടുത്തുള്ള തോണിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു നോർമൽ ഫാമിലേക്കാണ് പോയത്. അവിടെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി സേഫ്റ്റി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ പ്രത്യേകമായി ഒന്നും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല, വലിയ ചെലവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളടുത്ത് വാട്ട് വി ഹാവ് വി ക്യാൻ ഷോ കോസ്റ്റ് ടു ദി ഗസ്റ്റ്. പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും ടൂറിസം എന്ന് പറയുമ്പോൾ വലിയ പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നോക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും വരുന്നത് ഏത് സൈഡിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു റിസോർട്ട് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഹോട്ടൽ നിർമ്മിക്കുമ്പോഴോ അതിലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് പ്രത്യേകിച്ച് ഈ പോസ്റ്റ് കോവിഡ് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ഹൈജീൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു കോസ്റ്റ് ഒന്നും വരുന്നില്ല. ഉള്ള ഫെസിലിറ്റീസ് തന്നെ നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ മതി. പിന്നെ ഈ വരുന്ന ഗസ്റ്റിനെ നമുക്ക് അനുഗമിക്കാനും അവരോട് ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ ഫാമിൽ എന്തൊക്കെയുണ്ട്, ആ ചെടികളെക്കുറിച്ചും ഔഷധ സസ്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അവിടെ നിന്ന് കിട്ടുന്ന മൂല്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് മാത്രമാണ്. കുറേ അമ്പലങ്ങളുണ്ട്,
മാലിക് ദിനാർ മസ്ജിദ് ഉണ്ട്, ബേള ചർച്ച് ഉണ്ട്. ഇതൊക്കെ ലിങ്ക് ചെയ്തുകൊണ്ട് ജെയിൻ ബസ്തി ഉണ്ട്. ഇതൊക്കെ നമുക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് പിൽഗ്രിം ടൂറിസത്തിനെ കുറിച്ച് നമുക്ക് ഒരു പാക്കേജ് ഉണ്ടാക്കാൻ പറ്റും. സ്പെഷ്യലി ഇപ്പോൾ പിന്നെ മധൂർ വിനായക ടെമ്പിൾ വളരെ പ്രശസ്തമാണ് ഓൾ ഓവർ ഇന്ത്യ. പല ആൾക്കാരും ഇവിടെ കാസർഗോഡിൽ വന്നവരും മധൂറും പിന്നെ അനന്തപുരവും ലിങ്ക് ചെയ്ത് പോകുന്നുണ്ട്, ഏത് രീതിയിലുള്ള ഗസ്റ്റുകളായപ്പോഴും. പിന്നെ കാസർഗോഡ് ജില്ല ആസ്ട്രോളജിക്ക് വേണ്ടി വളരെയധികം ഫേമസ് ആണ്. നമ്മൾ പോലും അറിയുന്നില്ല. ശ്രീലങ്കൻ പ്രസിഡന്റ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ലളിതിൽ താമസിച്ചു. കാരണം അവിടെ ഹെലിപാഡ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അവിടെ വന്നതും താമസിച്ചതും. നമ്മളെ തന്നെ ബേളയിലുള്ള ഒരു ആസ്ട്രോളജറിൻ്റെ അടുത്ത് പോയി അവിടെയുള്ള 2-3 ടെമ്പിൾസിൽ വിവിധ പൂജകളും ഇതൊക്കെ നടത്തി. അങ്ങനെ ഇവിടെ വരുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഈവൻ സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കാറുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇവരൊക്കെ വരുന്നുണ്ട് ഫോർ ഡൂയിങ് ദി പൂജാസ്, പിന്നെ അതേപോലെ ആസ്ട്രോണമിക് ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെയുള്ളതാണ് കുളിനറി ടൂറിസം. കാസർഗോഡ് ജില്ല സപ്തഭാഷാ സംഗമ ഭൂമിയാണ്. അപ്പോൾ ഇവിടെ തന്നെ വിവിധ രീതിയിലുള്ള പാചകങ്ങളാണ് ചെയ്യുന്നത്. നമുക്ക് കന്നഡ സ്റ്റൈല്, കൊങ്കണി ഒരു കലയാണ്. ഇവിടെ വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആയിഷ മൻസിൽ തലശ്ശേരിയിൽ CP മൂസ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ഹോം സ്റ്റേ നടത്തി വന്നിരുന്നു. കേരളത്തിൽ 5 സ്റ്റാർ റിസോർട്ടുകളെക്കാളും കൂടുതലാണ് അദ്ദേഹം ചാർജ് ചെയ്തിരുന്നത്. എങ്കിലും അവിടെ വിദേശികളായ ടൂറിസ്റ്റുകൾ വന്നു പോകുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആതിഥേയത്വമാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം. അതേപോലെ തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ വൈഫ് ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. BBC കുളിനറി ക്ലാസ് എടുത്ത അതും റിപ്പീറ്റഡായി കാണിക്കുന്ന ഏക ഇത് ആയിഷ മൻസിൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വൈഫ് ചെയ്ത ക്ലാസ്സുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ടൂറിസം വഴി ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പുറമേ നിന്നുള്ള ആൾക്കാരല്ല, തദ്ദേശീയർക്കുള്ള ഓപ്പർച്യൂണിറ്റീസാണ്. നമുക്കിവിടെ നല്ല രീതിയിലുള്ള പിന്നെ ഷോക്കോസ് ചെയ്യാൻ പറ്റുന്ന കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഏകദേശം പിന്നെ നമ്മുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തുള്ളവർക്കെല്ലാം ലാംഗ്വേജിലും നല്ല ഫ്ലുവൻസി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉപയോഗിക്കണം. അതിന് എല്ലാവിധ സാധ്യതകളും നമ്മൾ കണ്ടെത്തണം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള എൻ്റർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ അസിസ്റ്റൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും BRDC നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ അസിസ്റ്റൻസും തരുന്നതായിരിക്കും, ഫ്രീ ഓഫ് കോസ്റ്റ്. അതിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് വന്നാൽ മതി. നമ്മളതിന് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ 2 വാക്കുകൾ കൂടി സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം. നാം പ്രതീക്ഷിച്ചതിലും നല്ല രീതിയിൽ ഉള്ള ഒരു ചർച്ച ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം അറിയിക്കുന്നതോടൊപ്പം ഈ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ച സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ CB വിനോദ് കുമാറിന് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാറിൻ്റെ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ ചർച്ച ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ ബിൽഡ് എക്സ്പോയുടെ ഏറ്റവും നല്ല സെമിനാറാക്കി മാറ്റാൻ സാധിച്ച ഈ ചർച്ചയെ നയിച്ച DTPCയുടെ മുൻ സെക്രട്ടറി ശ്രീ നാഗേഷ് തിരുവൾ സാറിനുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് BRDCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചർച്ചയും മറുപടിയും നൽകിയ BRDCയുടെ മാനേജർ പ്രസാദ് സാറിന് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം സംഘടനയുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് അജയ് കുമാർ PV, അതുപോലെ തന്നെ അജാനൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ സുനിൽ രാജ് KV, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ജനറൽ കൺവീനർ ശ്രീ MN പ്രസാദ്. അതിന്റെ കൂടെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ മറ്റ് സന്നദ്ധ കൂടുതൽ ഇതിൻ്റെ ഇടയിൽ പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നാഗേശ്വര ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ചത്തൂർ തൊട്ട് തൃക്കരിപ്പൂർ വരെയുള്ള ഒരു 4 ടോയ്ലറ്റ് ബ്ലോക്ക് കുറച്ച് ലോൺ
രാകേഷ് തിരുവല്ല, ഫോർമർ സെക്രട്ടറി DTPC. ഹൃദയമായ സ്വാഗതം നൽകുന്നു. എല്ലാവർക്കും Currently, he holds an exchange All India Secretary of India International Trainer Specialist. Please join me in the presentation. A remarkable leader is my privilege to introduce an inspiring individual who has made the significant contribution to tourism and community development opportunities. Nagesh Thiruvat. During his tenure, Faculty പരിചയപ്പെടുത്തുന്നു ശ്രീ PK Vinod, District Joint Secretary, Lensdorf. ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ സെമിനാർ കാസർഗോഡ് ഇത് നടക്കുന്ന ടൂറിസം സാധ്യതകളും നമ്മുടെ നിർമ്മാണ മേഖലയും എന്നുള്ള സെമിനാറിന്റെ കോൺടാക്ട് ചെയ്തതാണ്. ഞങ്ങൾക്ക് തുടങ്ങിവെച്ച ഫിൻലാൻഡ് ഇടനാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഉത്തരവാദിത്വം ഉണ്ടാവില്ല കാര്യമാണ് പറയുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ കലാകാരന്മാരൊക്കെ നാട്ടിൽ പക്ഷെ പുറം ലോകത്താരും അറിയപ്പെടാത്ത കുറേ ആൾക്കാർ. ടൂറിസം പദ്ധതിയെ നിങ്ങൾ ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു ടീമോ ആയിട്ട് നേരിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.